ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്കേർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതും ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാറ്റിൻ ലൈനിങ്ങും ഇലാസ്റ്റിക് ബാൻഡും ആണ് യൂസ് ചെയ്യുന്നത്. 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെറ്റ് ഫാബ്രിക് 3 മീറ്ററാണ്, സാറ്റിൻ 1 മീറ്ററും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു 5 വയസ്സായ കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. ഫുൾ ലെങ്ത്തില്ല, ഒരു 3/4 ലെങ്ത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് ആ ഒരു ഭാഗത്തെ അളവിതാ ഇതുപോലെ എടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് എടുക്കണം. ഒരിക്കലും ടൈറ്റ് പിടിച്ചിട്ടോ അതുപോലെ തന്നെ ലൂസാക്കിയിട്ടോ എടുക്കാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള അളവ് എടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ മകൾക്ക് വേണ്ടത് 22 ഇഞ്ചാണ്. ഈ 22 ഇഞ്ചിൽ സാധാരണയായിട്ട് നമ്മൾ ക്ലോത്തിൽ ചെയ്യുമ്പോൾ അതിന് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ ഇലാസ്റ്റിക് ബാൻഡാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ അരവണ്ണത്തിൽ നിന്നും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 22 ഇഞ്ചിൽ നിന്നും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് 20 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ ഇവിടെ ഇലാസ്റ്റിക് ബാൻഡ് കൃത്യം 20 ഇഞ്ചിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ അരവണ്ണത്തിൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ അളക്കാൻ പോകുന്നത് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതിയാണ്. ഇലാസ്റ്റിക് ബാൻഡ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വീതിയിലുള്ള ഇലാസ്റ്റിക് ബാൻഡും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 1.5 ഇഞ്ച് വരുന്ന ഇലാസ്റ്റിക് ബാൻഡെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ഇലാസ്റ്റിക് ബാൻഡ് കവർ ചെയ്യാൻ വേണ്ടി ഒരു ക്ലോത്തിൻ്റെ ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഫ്രണ്ടും ബാക്കും അളക്കുക. ആ കിട്ടുന്ന അളവിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ലൂസ്. അതായത് നിങ്ങളെടുത്ത ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതിയുടെ ഇരട്ടി പ്ലസ് 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് എത്രയാണോ കിട്ടുന്നത് അതെടുക്കാം. ഇപ്പോൾ എനിക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയത്. ആ 5.5 ഇഞ്ചിലാണ് ഞാനിവിടെ ബാൻഡിൻ്റെ ഇറക്കം കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാൻഡിൻ്റെ നീളം അളന്ന് നോക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ കട്ട് ചെയ്ത ഇലാസ്റ്റിക് ബാൻഡ് ക്ലോത്തിൻ്റെ ഒരു സൈഡിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് വലിക്കുക. എത്രയാണോ ഇലാസ്റ്റിക് ബാൻഡ് വലിഞ്ഞു നിൽക്കുന്നത് അതുവരെയുള്ള നീളമായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ബാൻഡും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് മാറ്റാം. അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കാം. നിങ്ങൾ ഇറക്കം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് അവിടം മുതൽ എവിടം വരെയാണോ ഇറക്കം വേണ്ടത് അതെടുക്കാം. ഫുൾ ലെങ്ത്ത് വേണമെങ്കിൽ അതെടുക്കാം, ഹാഫ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ 17 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. പക്ഷേ ഈ 17 ഇഞ്ച് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ക്ലോത്തിൽ ഇറക്കം മാർക്ക് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒരു സ്കേർട്ടിൻ്റെ സഹായത്തോടു കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്നും താഴ്വശത്തേക്ക് വേണ്ടുന്ന ഇറക്കം എടുത്തു. പക്ഷെ ആ ഇറക്കത്തിൻ്റെ മുകൾ വശത്ത് നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് ബാൻഡ് വെക്കും. അപ്പോൾ ആ ഇലാസ്റ്റിക് ബാൻഡ് എത്രയാണോ നമ്മൾ എടുത്തത് ആ ഒരു ഇറക്കം നമ്മുടെ സ്കേർട്ടിൻ്റെ ഇറക്കത്തിൽ നിന്നും കുറക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് എടുത്തത്. അപ്പോൾ 17 ഇഞ്ച് ഇറക്കത്തിൽ നിന്നും നമ്മൾ ഈ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ 2 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് എടുത്തതെങ്കിൽ അത് കുറക്കുക കേട്ടോ. ഇപ്പം ഞാനിതാ ഇവിടെ 2 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതിയാണ് നമ്മളിപ്പം സ്കേർട്ടിൻ്റെ ഇറക്കത്തിൽ നിന്നും കുറക്കുന്നത് കേട്ടോ. ഈ ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടാം. ഇലാസ്റ്റിക് ബാൻഡ് ജോയിൻറ്റ് ചെയ്യാൻ 1/2 ഇഞ്ചും താഴ്വശം ഫോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചും കൂട്ടാം. അപ്പോൾ 1 ഇഞ്ച്. ഞാനിപ്പോൾ ഇവിടെ താഴ്വശം ഫോൾഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ 1/2 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ 15.5 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഇറക്കം എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാ കൃത്യമായിട്ട് ഞാനൊരു 15.5 ഇഞ്ചിൽ ഇവിടെ ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിതിൻ്റെ ഇറക്കം കിട്ടിയല്ലേ. ഇനി നമുക്കിതിന് എത്രയാണ് നീളം വേണ്ടത് എന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബാൻഡില്ലേ, നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത ആ ബാൻഡിൻ്റെ നീളത്തിൻ്റെ സെയിം അളവിലാണ്
ഈ ഒരു താഴ്വശത്തെ സ്കേർട്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇലാസ്റ്റിക് ബാൻഡ് വലിച്ച് കിട്ടിയതാണ് ബാൻഡ്. ആ ബാൻഡിൻ്റെ സെയിം അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലോത്തും കട്ട് ചെയ്തത്. രണ്ടും രണ്ടായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് കേട്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ ബാൻഡിൻ്റെ കറക്റ്റ് അളവിലാണ് സ്കേർട്ടിൻ്റെ നീളം വരുന്നത്. ഇനി നമുക്കിതാ നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ കരഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം 4ആയിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 3 മീറ്റർ ക്ലോത്താണുള്ളത്. ആ 3 മീറ്റർ ക്ലോത്തിനെ വീതിക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ രണ്ടായി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഇറക്കത്തിലാണ് കേട്ടോ 2 ഭാഗമായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 മീറ്ററോളം ക്ലോത്ത് കിട്ടും. അപ്പോൾ ഒത്തിരി ഫ്രില്ല് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിതാ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തു. ബാലൻസ് ഇതുപോലെ കുറച്ച് പീസ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അളവിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഈ 2 പീസ് നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് ലൈനിങ് പീസിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഇറക്കം നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മെയിൻ ഫാബ്രിക്കിനേക്കാളും കുറച്ച് ഇറക്കം കുറവായിരിക്കണം ലൈനിങ് ഫാബ്രിക്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച 2 നെറ്റിൻ്റെയും സൈഡുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് നമുക്ക് ലൂസായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വലിച്ച് ഫ്രില്ലിട്ട് കൊടുക്കാം. മുന്നേ ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഞാൻ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ലൈനിങ് ഫാബ്രിക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഈ ഫ്രില്ലിട്ടെടുത്ത നെറ്റ് ഫാബ്രിക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മോശം വശമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഫ്രില്ല് എല്ലാ ഭാഗത്തും ഈക്വൽ ആക്കിയതിന് ശേഷം ഈ ലൈനിങ്ങും നെറ്റും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ മുകൾ വശത്ത്. അതിന് ശേഷം നമ്മുടെ ഈ ബാൻഡ് എടുക്കാം. ബാൻഡ് നമ്മുടെ ഈ നെറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കുമ്പോൾ ബാൻഡിൻ്റെയും നല്ല വശമാണ് വെക്കേണ്ടത്. നെറ്റിൻ്റെയും ബാൻഡിൻ്റെയും നല്ല വശം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ വെക്കാം കേട്ടോ. നല്ല വശമാണ് വെക്കുന്നത്. എന്നിട്ട് നേരെ സെൻറ്ററിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ കൃത്യമായി നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിത് 2ആയി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡ്, അതായത് ബാൻഡ് മുതൽ താഴ്വശം വരെ യോജിപ്പിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാൻഡിൻ്റെ ആ ഒരു സൈഡ് വരെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷൻ വരുമ്പോൾ 2 നെറ്റ് ഫാബ്രിക്കും കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ആ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നെറ്റ് യോജിപ്പിച്ചതിന് ശേഷം നെറ്റ് ഫാബ്രിക് ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ലൈനിങ് ഫാബ്രിക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ബാൻഡ് ഫസ്റ്റ് വേണ്ടത് ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. മോശം വശത്തേക്കാണ് ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നുകൂടി സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്കായിരിക്കും വരുന്നത്. കൃത്യമായി നമ്മൾ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഉള്ളിലേക്ക് ഇടാൻ പാകത്തിൽ കുറച്ച് സ്പേസ് അവിടെ വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇലാസ്റ്റിക് ബാൻഡിൽ ഒരു സേഫ്റ്റി പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വളരെ സാവധാനം നമുക്ക് ആ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചിങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് മുഴുവനായും അതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇലാസ്റ്റിക് ബാൻഡ്. ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സേഫ്റ്റി പിൻ റിമൂവ് ചെയ്തതിന് ശേഷം 2 സൈഡും ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടിട്ട് ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗം കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കൃത്യമായി ഇത് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒരു 4ഓ 5ഓ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഭംഗിയാക്കി എടുക്കാം. ഇങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 സൈഡിൽ നിന്നും ഇലാസ്റ്റിക് ബാൻഡ് നന്നായി വലിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും വലിച്ചു കൊടുക്കുന്നത് മറക്കാൻ പാടില്ല. നല്ല രീതിയിൽ വലിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സൂചി പൊട്ടാനും അത് സൂചി തെറിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ മാക്സിമം ഇലാസ്റ്റിക് ബാൻഡ് 2 സൈഡിൽ നിന്നും വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് സെക്കൻഡ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തായിരിക്കണം ഫൂട്ടിൻ്റെ ആ ഒരു പല്ല് വരുന്നത് കേട്ടോ. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി വലിച്ചു പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 3ഉം 4ഉം 5ഉം ഒക്കെ കറക്റ്റായിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കണ്ടോ ഇപ്പം നമ്മളൊരു 5ഓ 6ഓ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഇലാസ്റ്റിക് ബാൻഡ് നല്ല ഭംഗിയുള്ളതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിട്ടിലൻ സ്കേർട്ടും റെഡി ആയിട്ടുണ്ട്. വൈറ്റിൽ ചെയ്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്കേർട്ടിന്. അപ്പോൾ ആകെ 3 മീറ്റർ ക്ലോത്താണ് ഞാൻ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ വീഡിയോയിലുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.